ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 3 ഉരുളക്കിഴങ്ങാണ്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. മുഴുവനോടുകൂടി തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മൂടിക്കിടക്കാൻ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 4 അല്ലെങ്കിൽ 5 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. മീഡിയം സൈസുള്ള ഒരു സവാള. അത് ഞാനിങ്ങനെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞ് വെച്ചേക്കണത്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി മതി. പിന്നെ എടുത്തേക്കുന്നത് ഒരു 3 പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. എൻ്റെ ഇവിടെ അത്യാവശ്യം നല്ല എരിവുള്ള മുളകായ കാരണമാണ് ഞാൻ 3 എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അതും അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇനി കുറച്ച് സാധനം കൂടി വേണം. അത് നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ പറയാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടുതൽ തന്നെ ഒരു 2 നുള്ള് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ്. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവ മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഇപ്പം കുറച്ചാണ് വെച്ചേക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നെടുവേ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്ന് വെച്ചാൽ കളറൊന്നും ചേഞ്ച് ആകേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറിയ ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കുക. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതാ നോക്കി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ലല്ലോ. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആയത് കാരണം കറി പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക.
ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയുള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.